Reflex Tech വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2.1 ആംപ്ലിഫയർ ആണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. എല്ലാ വീഡിയോയിലും ചിലവർക്ക് കമന്റിൽ ചോദിക്കാറുണ്ട് ഇത് മൊത്തമാണോ ഇതിന്റെ വില വിവരങ്ങൾ പറയുന്നത്. ഇത് മൊത്തമല്ല, ഇത് നമ്മൾ ഡെമോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാണ് 2 ടവർ ബോക്സ് ആണ്. ആംപ്ലിഫയറിന്റെ വില മാത്രമാണ് ഞാൻ താഴെ കൊടുക്കാറുള്ളത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് കോമൺ ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന ബോർഡൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഇത് ഒറ്റ PCBയിൽ നമ്മുടെ പേരിൽ തന്നെ അടിച്ചെടുത്തു എന്നാണ്. ഈ ബോർഡിന്റെ റിവ്യൂ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോയിൽ. ഇത് കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ബോർഡുകളൊക്കെ തന്നെയാണ്. കാരണം മോസ്ഫെറ്റും ട്രാൻസിസ്റ്ററൊക്കെ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ചാനലും സബ്വൂഫറിന്റെ ആംപ്ലിഫയറും കൂടി നമ്മുടെ പേരിൽ ഒറ്റ PCBയിലാക്കി ചെയ്തെടുത്തു എന്ന് മാത്രം. ഇതിൽ സബ്വൂഫറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന IRF 240 9-240 എന്ന് പറയുന്ന 2 പെയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ബ്രിഡ്ജ് ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ പവർ കിട്ടും. പിന്നെ മോസ്ഫെറ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടി ബേസിന് കുറച്ചും കൂടി പവർ കൂടുതലായിരിക്കും. 2 ചാനലിന് വേണ്ടി നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് NJW സീരീസ് ആണ്. NJW 03, 02, NJW 0281. ഇത് നമ്മൾ 2 പെയർ ഉപയോഗിച്ചിട്ടുണ്ട്. 2 പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ചാനലിന് വേണ്ടിയിട്ട് 2 പെയറാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഏകദേശം നമുക്കൊരു 100 കിട്ടും. സബ് വൂഫറിലേക്ക് ഒരു 200 വാട്ടോളം നമുക്ക് ഇതിനകത്ത് ലഭിക്കും. ഇതിനകത്ത് പ്രീ സെക്ഷൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് യൂണിവേഴ്സലിന്റെ ഒരു BT ബോർഡാണ്. അതായത് ബേസ് ട്രെബിൾ ബോർഡാണ്. അതിനകത്ത് ബേസ് വരുന്നുണ്ട്, ട്രെബിൾ വരുന്നുണ്ട്, അതിന്റെ ഓളിയം വരുന്നുണ്ട്. അതായത് ഓളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ചാനലിന്റെ ഓളിയാണ്. ആ ലെഫ്റ്റ് റൈറ്റിലേക്ക് വേണ്ടി മാത്രമാണ് ഇതിന്റെ ബേസും ട്രെബിളും കൺട്രോൾ ആവുന്നത്. പിന്നെ കുറച്ചുകൂടി ബേസ് കൂടുതൽ കിട്ടാൻ, സബ്വൂഫറിന്റെ പഞ്ച് കൂടുതൽ കിട്ടാനായിട്ട് നമുക്ക് 12 ഇഞ്ചൊക്കെ നല്ല സുഖമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു G-Techന്റെ സബ്വൂഫർ പ്രീ ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. സബ്വൂഫർ ഫിൽറ്ററാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പവർട്രിക്കിന്റെ ഒരു 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് സ്ഥിരം നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷനൊക്കെ പവർട്രിക്ക് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അതുകൂടാതെ പവർ സപ്ലൈക്ക് വേണ്ടി നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ടൊറോയിഡൽ ട്രാൻസ്ഫോമർ ആണ്. നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ടൊറോയിഡൽ ട്രാൻസ്ഫോമർ ആണ്, റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കുന്നതല്ല. പവർ സപ്ലൈ ബോർഡ് നമ്മുടെ തന്നെ ഡിസൈൻ ചെയ്തെടുത്താണ്. പവർ സപ്ലൈ ബോർഡാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്ന രീതിയിലുള്ള പവർ സപ്ലൈ ബോർഡാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയലും ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിയോയ്ക്ക് എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് ചില സോങ്സുകൾ മാത്രമേ ഇടാൻ സാധിക്കുള്ളൂ. യൂട്യൂബിന്റെ കോപ്പിറൈറ്റ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാനലിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഫിലിം സോങ്സുകൾ മാക്സിമം നമ്മൾ ഒഴിവാക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഓഡിയോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിന്റെ മുൻവശം വന്നിരിക്കുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇമ്പോർട്ടഡ് അക്രിലിക് ഷീറ്റ് തന്നെയാണ്. ഇത് വന്നിരിക്കുന്നത് മാറ്റ് ഫിനിഷിലാണ് ഈ കൊടുത്തിരിക്കുന്നത്, ഒരു ഔട്ടർ പോലെ. ഇത് വന്നത് ഗ്ലോസി ടൈപ്പ് ഗ്ലാസ്സിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു മാസ്റ്റർ ഓളിയം. മാസ്റ്റർ ഓളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ്വൂഫറിന്റെ ഓളിയം, ലെഫ്റ്റ് റൈറ്റ് ചാനലിന്റെ ഓളിയം ഒരേ സമയത്ത് കൂട്ടുവാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓളിയം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ബേസ് ട്രെബിൾ വന്നിരിക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ മാത്രമാണ്. നമ്മൾ സബ്വൂഫറിലേക്ക് ഇത് അറ്റാച്ച് ചെയ്തിട്ടില്ല. ഈ ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടി മാത്രമാണ് ഈ ബേസും ട്രെബിളും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് സബ്വൂഫറിൻ്റെ ഓളിയാണ്. നമുക്ക് സബ്വൂഫർ സെപ്പറേറ്റ് വോളിയം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതുവഴി സാധിക്കും. പിന്നെ 2 ചാനലിൻ്റെ ഓളിയാണ്. ഇത് ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ ഓളിയം കൂട്ടാനും അതുപോലെ തന്നെ ഈ സബ്വൂഫറിൻ്റെ ഓളിയം ഇതും തമ്മിൽ കറക്റ്റ് ബാലൻസ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ മാസ്റ്റർ ഓളിയം കൂട്ടാനും കുറയ്ക്കാൻ ചെയ്യുന്നത്. പിന്നെ വന്നിരിക്കുന്നത് USB പാനലാണ്. നമ്മൾ ഇത് സ്ഥിരം ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ നാളൊരിക്കലും എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലും ഇത് എല്ലായിടത്തും മേടിക്കാൻ കിട്ടേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റിമോട്ട് നമുക്ക് എല്ലായിടത്തും കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഇത് മാറ്റാത്തത്. പിന്നെ അത്യാവശ്യം നല്ലൊരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഇതിനുണ്ട്. അതുകൊണ്ടാണ് ഇത് മാത്രം ഉപയോഗിക്കുന്നത്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പവർ ഓൺ സ്വിച്ചാണ്. പവർ ഓൺ സ്വിച്ച് എൽക്കോണിൻ്റെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ പവർ ഓൺ ഓഫിനുള്ള പോയിൻ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് സെലക്ടറാണ്. അതായത് ഓക്സ്, നമ്മൾ 2 ഓക്സിലറി ഇൻപുട്ടും ഒരു USB ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഇതുവഴി സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക്. ഓക്സ് 1, ഓക്സ് 2, USB-യിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ചെറിയ റിമോട്ടിൽ ബ്ലൂടൂത്ത് സെലക്ട് ചെയ്യുക. ബ്ലൂടൂത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഫോണിൽ സെർച്ച് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഡിവൈസിൻ്റെ പേര് ലഭിക്കും. അത് പെയർ ചെയ്താൽ മതി. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മുൻവശവും ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം. ഈ ഭാഗത്ത് വരാണെങ്കിൽ നമ്മളിത് AC കോഡാണ് നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ചെടുക്കുന്ന നല്ല ഹെവി ആയിട്ടുള്ളൊരു AC കോഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 2 പിൻ ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് കൊടുത്തിരിക്കുന്നത് എൽക്കോണിൻ്റെ ഒരു ഫ്യൂസാണ്. നല്ല രീതിയിലുള്ള ഹെവി ആയിട്ടുള്ളൊരു ഫ്യൂസാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ക്യാബിൻ വരുന്നത് 5.1 കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പോർഷൻ ക്ലോസ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. ഇത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ സ്പീക്കർ ഔട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് സബ്വൂഫറിൻ്റെ ബനാന സോക്കറ്റിൽ പ്ലസും മൈനസും. പിന്നെ ഒരു കൂളിംഗ് ഫാൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഓക്സ് 1ൻ്റെ ലെഫ്റ്റ് റൈറ്റ് ചാനലാണ്. ഓക്സ് 1, ഓക്സ് 2 അതിൻ്റെ ലെഫ്റ്റ് റൈറ്റും ലെഫ്റ്റ് റൈറ്റാണ്.
പിന്നെ ഈ RCA സോക്കറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന FM-ന് വേണ്ടിയാണ്. നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തതിന് ശേഷം FM ട്യൂൺ ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പുറകുവശം വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബോർഡ്, പുതിയ ബോർഡ് വന്നിരിക്കുന്നത് 2.1 ബോർഡ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന IRF 240 240 അതുപോലെ തന്നെ NJW സീരീസ് ആണ് നമ്മൾ ലെഫ്റ്റ് റൈറ്റിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. സബ്വൂഫറിൻ്റെ ആംപ്ലിഫയർ ഇത് വന്നിരിക്കുന്നത് ലെഫ്റ്റ് റൈറ്റിന് വേണ്ടിയിട്ടുള്ള ആംപ്ലിഫയർ. വലിയൊരു ഹീസിംഗ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു ഫാൻ എക്സോസ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു, പിന്നെ ഒരു ഫാൻ കൂളിംഗ് ഫാൻ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ ഇതിൻ്റെ ഇൻപുട്ട് കേബിളുകളെല്ലാം വന്നിരുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് കേബിളുകളെല്ലാം ഷീൽഡ് വയറിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു യൂണിവേഴ്സലിന്റെ BT ബോർഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. G-Techന്റെ ഒരു സബ്വൂഫർ ഫിൽറ്റർ കൂടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, സബ് പ്രീ. അത് കുറച്ചുകൂടി ബേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ്. ഇത് യൂണിവേഴ്സലിന്റെ BT ബോർഡിൽ വന്നിരിക്കുന്നത് ബേസ്, ട്രെബിൾ, അതുപോലെ തന്നെ വോളിയം, സബ്വൂഫറിന്റെ വോളിയം, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ പവർട്രിക്കിന്റെ ഒരു 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ആണ് ഈ കാണുന്നത്. പിന്നെ എല്ലാ ആംപ്ലിഫയറിലും നമ്മളൊന്നില്ലെങ്കിൽ ലെഫ്റ്റിലോ റൈറ്റിലാണ് നമ്മൾ സെപ്പറേറ്റ് പവർ സപ്ലൈ ചെയ്യുന്നത്. ഇത് 12012 ആണ് എടുത്തിരിക്കുന്നത്. 35 ഉണ്ട്. അതുപോലെ തന്നെ BT ബോർഡിന് 12012 ഉണ്ട്. ഫാനിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് 12 വോൾട്ട്. അതുപോലെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷനും സെപ്പറേറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 10000-ന്റെ 2 കപ്പാസിറ്റർ നമ്മൾ 50 വോൾട്ടിൽ കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം BT ബോർഡിൻ്റെയും ഫാനിൻ്റെ പവർ സപ്ലൈ ആണ്. നമ്മുടെ തന്നെ പവർ സപ്ലൈ ബോർഡാണ്, നോക്കുമ്പോൾ അറിയാം, റിഫ്ലക്സിന് എഴുതിയിരിക്കുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്നതാണ് സബിന് വേണ്ടിയിട്ട് ഒരു ബനാന സോക്കറ്റ് നമ്മൾ പ്ലസും മൈനസിൽ കൊടുത്തിരിക്കുന്നു. ഇത് സ്പീക്കർ ഔട്ടുകളാണ്, ലെഫ്റ്റ് റൈറ്റിൻ്റെ പ്ലസും മൈനസ്. പിന്നെ ഒരു ഫ്യൂസ്, നല്ല രീതിയിലുള്ള ഒരു AC കോഡ്. ഇതൊക്കെയാണ് നമ്മൾ ഉൾവശത്ത്, ഇത്രയൊക്കെയാണ് ഉൾവശം വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് ചാനൽ 2 ടവർ ബോക്സിൽ. അതുപോലെ തന്നെ സബ്വൂഫർ നമ്മൾ കടയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന 12 ഇഞ്ച് സോണി തന്നെയാണ്. ഇനി നമുക്കിപ്പോൾ പെൻ ഡ്രൈവ് വഴിയാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. നമുക്കിന്ന് പ്ലേ ചെയ്ത് നോക്കാം. പിന്നെ ബ്ലൂടൂത്ത് വഴിയാണ് നമ്മൾ ഈ ആംപ്ലിഫയറിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ഇതിന്റെ ഇന്റീരിയലും ഓഡിയോ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ കേട്ടിരിക്കും. കാരണം ഓഡിയോ ക്വാളിറ്റിക്ക് ഒരു പരിധിന് നമ്മൾ എല്ലാ വീഡിയോയിലും പ്രത്യേകിച്ച് പറയാറുള്ളത് തന്നെ നമ്മൾ DSLR അല്ലെങ്കിൽ ചിലപ്പോൾ മൊബൈലിൽ ഇതൊക്കെയാണ് ഓഡിയോ എടുക്കുന്നത്. അപ്പോൾ ചില വീഡിയോയിൽ ചിലപ്പോൾ ക്വാളിറ്റി കൂടുതലുണ്ടാവും, ചിലപ്പോൾ ബേസ് കുറവായിരിക്കും, ചിലപ്പോൾ ബേസ് കൂടുതലായിരിക്കും. അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ടാവും. അതിലെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കുക, കോൾ ചെയ്താൽ മതി. കാരണം കോൾ ചെയ്താൽ എനിക്ക് യാതൊരു തടസ്സമോ ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ കോൾ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അടുത്തായിട്ട് ഈ ആംപ്ലിഫയറിന്റെ വില വിവരങ്ങൾ, ഇതിൽ എന്തൊക്കെ ഉപയോഗിച്ചിരുന്നത്, എന്തൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ടുകൾ, എത്ര വാട്ട്സ്, ഇതിന്റെ വില, ഇതെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അത് നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്യുക. കാരണം വെച്ചാൽ വീഡിയോയിൽ പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നത്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിലും കിട്ടും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.